Get up. Coffee time. Nekda. സമയായി. ചായ. ഹായ് ഡിയേഴ്സ്, ഇന്നേ ഒരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ സമയം കിടന്നുറങ്ങി. ഇപ്പോൾ ഒരു 9-10 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് നല്ല അടിപൊളി ചായയൊക്കെ കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് എഴുന്നേറ്റ് എന്നിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ കയറി ഇന്ന് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ തലേദിവസം തന്നെ അരച്ച് പറിച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ എടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇഡ്ഡലി ആയിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നു. ഇനിയിപ്പോൾ സാമ്പാറിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാറും ഉണ്ടാക്കി. നല്ല സാമ്പാറായിരുന്നു എന്നാണ് ഹസ്ബൻഡിൻ്റെ അഭിപ്രായം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുള്ളി കുറേ കഴിക്കും കേട്ടോ. അത് ഇതുപോലെ അങ്ങ് ഒഴിച്ചൊഴിച്ച് കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. എന്തായാലും സാമ്പാറും ഇഡ്ഡലിയും ഒക്കെ കഴിച്ചിട്ട് എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവധി അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് പണിയും കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മന്തി കഴിക്കാമെന്നുള്ളൊരു പൂതിയായി. എന്നാൽ പിന്നെ മന്തി കഴിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ നമ്മൾ ചിക്കൻ എടുത്ത് വെട്ടി മന്തിക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഓരോരോ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പം ഈ മന്തിയുടെ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ മന്തി വളരെ ഒരു തട്ടിക്കൂട്ട് മന്തിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വേണമായിരുന്നു. അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു മന്തിയൊക്കെ ഉണ്ടാക്കി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മന്തി. അപ്പോൾ മന്തിയുടെ കൂടെ കഴിക്കാനുള്ള സ്റ്റോക്ക് വാട്ടർ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ തക്കാളി ചട്നി പോലത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൈരും കാര്യങ്ങളൊക്കെ വെച്ചു. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയ ശേഷം ഞങ്ങൾ ഈവനിങ് ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. ആ പാർക്ക് നല്ല ഭംഗിയുള്ള പാർക്കാട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഈവനിങ് ആയി, ഒരു 6-6:30 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ വെളിച്ചമൊന്നുമില്ല. അതാണ് ഞാൻ പാർക്ക് മൊത്തമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കൊരു ദിവസം എന്തായാലും ഈ പാർക്ക് മൊത്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള പാർക്കാണേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാർക്കാണ്. നമുക്ക് നടക്കാനൊക്കെ വരാൻ ഒരുപാട് മലയാളികൾ ഇവിടെ വരും കേട്ടോ നടക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ സൈഡിൽ കടലൊക്കെ ഉണ്ട്. കടൽ തീരത്ത് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ കണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കണതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നു. നിറയെ കുട്ടികൾ കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ നിറയെ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നോക്കി അവരെ കളിക്കും ചിരിയൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പൊതുവെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങാത്തത്. ഒരു 4:30-ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ പൊള്ളിപ്പോവും. അമ്മാതിരി ചൂടാണ്. അപ്പോൾ അത് കാരണമാണ് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത്. എന്തായാലും സമയം ഇപ്പോൾ ഒരു 7-8 മണി ആയിട്ടുണ്ട്. ഞങ്ങളൊരു ചായയും കുടിച്ച്, നമ്മുടെ പേർഷ്യൻ ചായ തന്നെ ഒന്ന് കുടിച്ചിട്ട് ചെറിയൊരു സാൻഡ്വിച്ച് മേടിച്ച് അതും കഴിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.